കാർഷിക മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കുകയും സാധാരണക്കാരായ കർഷകരെ അടിമകളാക്കി മാറ്റുകയും ചെയ്യുന്ന വിധത്തിലുള്ള പല ഇടപെടലുകളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു, BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നതാണ് ഈ വലിയ പ്രതിഷേധത്തിന് ഏറ്റവും പ്രധാനമായ ഒരു കാരണമായി ഈ പറയുന്ന കർഷകർ ഉയർത്തിക്കാട്ടുന്നത്. ഈ രണ്ടാം കർഷക സമരം പ്രഖ്യാപിച്ചതിന് ശേഷം പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഒക്കെ നിരവധിയായ കർഷകർ രാജ്യ തലസ്ഥാനത്തേക്ക് ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം നയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കർഷകരെ തെരുവിൽ തടയുന്ന സമീപനം ഹരിയാന പോലീസും ഡൽഹി പോലീസും സ്വീകരിച്ചു. 18ഓളം കർഷകർ മരിച്ചു. കർഷകർക്ക് നേരെ കണ്ണീർവാതക പ്രയോഗം അടക്കമുള്ള ഇതുവരെ ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നിഷ്ഠൂരമായ അടിച്ചമർത്തൽ നടപടികൾ ഉണ്ടായി. ഇതെല്ലാം ഈ കർഷകരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന് പകരം ചോദിക്കാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഈ കർഷകർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധവുമായി കർഷകർ രംഗത്തിറങ്ങുന്നത്.